ഭാരതാംബ വിഷയത്തിൽ പ്രതിഷേധവുമായി CPI തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പ്രതിഷേധമായി ഇന്ത്യൻ പതാക ഉയർത്തുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ദേശീയ പതാക ഉയർത്തുന്നത്. MS ലിഷോയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ലിഷോ, ഈ ഒരു വിഷയം സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു പ്രചാരണ വിഷയമാക്കാൻ CPI ഉദ്ദേശിക്കുന്നുണ്ട്. അവർ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ്? തീർച്ചയായും, അതായത് രാജ്ഭവനിലെ ആ ഒരു വിഷയത്തിന് ശേഷം പിന്നീട് ഈ വിഷയം സജീവമായി ചർച്ചയാക്കി നിർത്തുക തന്നെയാണ് CPI. അതായത് അതിലുള്ളൊരു പ്രതിഷേധം അത് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആണ്. ഇവിടെ ഈ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ ഭാരതാംബ വിഷയത്തിൽ അത് കൃത്യമായി ഭാരതാംബ എന്നുള്ള സങ്കല്പം, അത് ആ ഒരു സങ്കല്പത്തിൽ ദേശീയ പതാകയാണ് പിടിക്കേണ്ടതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് CPIയുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ദേശീയ പതാക ഉയർത്തുകയും ഒരു വൃക്ഷത്തൈ അതിൻ്റെ പ്രതീകമായി നടുകയും, അതായത് ഭാരതാംബ എപ്പോഴും ഈ ഒരു സമത്വത്തിൻ്റെയും എല്ലാം തന്നെ പ്രതീകമാണെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഒരു വൃക്ഷത്തൈ നട്ടുകൊണ്ടൊരു പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ഈ ഒരു ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. അല്പസമയത്തിനകം ബിനോയ് വിശ്വമാണ് ഈ ദേശീയ പതാക ഉയർത്തുന്നത്. അതിനുശേഷം തുടർന്ന് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണവും ഉണ്ടാകും. എന്തായാലും വലിയ തോതിൽ ഒരു പ്രതിഷേധവുമായി CPI ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിൽ യാതൊരു വിധത്തിലും പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് CPI സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. ഇനി ഈ ഒരു വിഷയത്തിൽ ഇനി തുടർന്നുള്ളൊരു CPIയുടെ നടപടികൾ എങ്ങനെയായിരിക്കും? അതായത് ഇന്നിപ്പോൾ ദേശീയ പതാക ഉയർത്തുന്നു. ദേശീയ പതാക എന്നും മാനിക്കും, മരണം വരെ മാനിക്കും, ഉയർത്തിപ്പിടിക്കും. അത് ഇന്നും അവസാനിക്കില്ല. ദേശീയ പതാക, ഭരണഘടന, ദേശീയ ഐക്യം, ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രാണനേക്കാളും പ്രിയങ്കരമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ ദേശീയ പതാക ഉയർത്തിയും അതുപോലെ തന്നെ വൃക്ഷത്തൈ നട്ടും പ്രതിഷേധിക്കാനായി അല്ലെങ്കിൽ ഒരു മുന്നോട്ട് പോകാനായുള്ള തീരുമാനമെടുക്കാൻ? ദേശീയ പതാകയാണ് ഭാരതാംബ. ഭാരതമാതാവിൻ്റെ യഥാർത്ഥ പ്രതീകം ദേശീയ പതാകയാണ്. ഈ പതാകയ്ക്ക് വേണ്ടിയാണ് ഇന്ത്യ പോരാടിയത്, ആയിരങ്ങൾ മരിച്ചത്. ഈ പതാകയാണ് സാമ്രാജ്യത്വ വാഴ്ചയെ വെല്ലുവിളിച്ചത്. ഈ ഗവർണർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല, ഇനി തുടർന്നും ഈ ഒരു ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് രാജ്ഭവനിൽ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാര്യമാണത്. ഒരു കാര്യം ഉറപ്പാണ്, മന്ത്രിസഭാ സത്യപ്രതിജ്ഞ അടക്കമുള്ള ഒരുപാട് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ട അതേ ഹാളിൽ ഭരണഘടനയ്ക്കറിയാത്ത, ഇന്ത്യക്കറിയാത്ത ഒരു ബിംബം വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമാണ്. RSSൻ്റെ ഒരു ചിത്രം വെച്ചുകൊണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രമായിരിക്കും അത്, ആ ചിത്രം വെച്ചുകൊണ്ട് ഭരണഘടനാപരമായ കർത്തവ്യങ്ങളുടെ ഒരു വേദിയിൽ രാഷ്ട്രീയം കളിക്കാൻ ഗവർണറെ പോലെ ഒരു വലിയ മനുഷ്യൻ ശ്രമിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ശ്രമിച്ചാൽ നമുക്കപ്പോൾ കാണാം. ഭാരതാംബയെ ഒരു രാഷ്ട്രീയ പ്രതീകമാക്കാനായി നോക്കുന്നുണ്ട് എന്നുള്ളതാണോ താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു? ഭാരതാംബ രാഷ്ട്രപ്രതീകമാണ്, അത് ഈ കൊടിയാണ്, രാഷ്ട്രീയ പ്രതീകമല്ല. BJPക്കൊരു ഭാരതാംബ സങ്കല്പം ഉണ്ടായിരിക്കാം. ആരാ തീരുമാനിച്ചത്? ഭാരതാംബയ്ക്ക് ഇതേ മുഖച്ഛായ എന്നാണ് തീരുമാനിച്ചത്. ഭാരതാംബ ഒരു കാവ്യക്കൊടി, RSS കൊടി പിടിച്ച് നിൽക്കാവൂന്ന് ആരാ പറഞ്ഞത്? ആ ഭാരതാംബ ഒരു സിംഹപ്പുറത്തിരിക്കുമെന്ന് ആരാ പറഞ്ഞത്? ആ ഭാരതാംബയുടെ പുറകിൽ ഇന്ത്യക്കറിയാത്ത ഒരു ഭൂപടം വേണമെന്നാണ് തീരുമാനിച്ചത്. ഇതെല്ലാം ഇന്ത്യയല്ല ഇത്, അതൊരു പാർട്ടിയുടെ, ഒരു സംഘടനയുടെ വിട്ടുവകയാണോ ഇന്ത്യ? അതുകൊണ്ട് ഭരണഘടനാ മൂല്യങ്ങളും നാടിൻ്റെ പാരമ്പര്യങ്ങളും എല്ലാം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് CPIയുടെ പോരാട്ടം. ഇതൊരു പ്രതിഷേധമായാണോ അതോ ഒരു വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആശയം മുന്നോട്ട്? ഇതൊരു ദേശസ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ദേശസ്നേഹം ഒരു വൺ ഡേ അജണ്ടയല്ല. തീർച്ചയായും, അതായത് ഒരു ദേശസ്നേഹത്തിൻ്റെ പ്രതീകമായാണ് ഇത്തരത്തിലൊരു നടപടി. ഇത് ഒരു ദിവസത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. എല്ലാ തുടർന്നുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ തുടർന്നുള്ള തങ്ങളുടെ വിഷയമായി ഇത് നിലനിർത്താൻ തന്നെയാണ് CPIയുടെ തീരുമാനം. അതിന്റെ ഒരു പ്രതിഷേധ ഉദ്ഘാടനമാണ് ഇപ്പോൾ ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി, തൃശ്ശൂരിൽ നടത്തുന്നത്.